2026 മാർച്ച് 16 സിറാജ് എഡിറ്റോറിയൽ. ക്രൗര്യം വിടാതെ ഇസ്രായേൽ. ഇറാന് നേരെ യുഎസും ഇസ്രായേലും നടത്തുന്ന ആക്രമണവും തുടർന്നുള്ള പ്രത്യാക്രമണങ്ങളും ലോകത്തിൻ്റെയാകെ ദുരന്തമായി തുടരുകയാണ്. കടുത്ത ഇന്ധനക്ഷാമവും വിലക്കയറ്റവും മിക്ക രാജ്യങ്ങളും അനുഭവിക്കുന്നു. നേരിട്ട് ആക്രമണം നേരിടുന്ന രാജ്യങ്ങൾ മാത്രമല്ല കെടുതി അനുഭവിക്കുന്നത്. ആക്രമണം ഇങ്ങനെ തുടർന്നാൽ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്കാകും സഞ്ചരിക്കുക. ഈ ദുരിതങ്ങളുടെയെല്ലാം അടിസ്ഥാന കാരണം സയനിസ്റ്റ് രാഷ്ട്രത്തിന്റെ അധിനിവേശ വ്യാമോഹമാണ്. മേഖലയിൽ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങളെ എതിർത്തു നിൽക്കുന്നുവെന്നതും സുസ്ഥിര ഭരണ സംവിധാനത്തിന് കീഴിൽ എല്ലാ കുതന്ത്രങ്ങളെയും അതിജീവിക്കുന്നുവെന്നതുമാണ് ഇറാനെ ഇസ്രായേലിന്റെ ഒന്നാം നമ്പർ ശത്രുവാക്കി തീർക്കുന്നത്. ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ രൂപവൽക്കരണം തന്നെ അതിക്രമത്തിലൂടെയാണെന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഗസയിൽ 72,000-ലധികം പേരെ കൊന്നുതള്ളിയാണ് ഇറാനെതിരെ ഇസ്രായേൽ തിരിഞ്ഞിരിക്കുന്നത്. സ്വയം ആണവശക്തിയായി ഇസ്രായേൽ ഇറാന്റെ ആണവ പരിപാടിയെ ചൊല്ലി ഭയം വ്യക്തമാക്കുന്നു. ഫലസ്തീൻ അധിനിവേശം സമ്പൂർണമായി നടപ്പാക്കുന്നതിനെതിരെ പരിമിത പ്രതിരോധമെങ്കിലും നടത്തുന്നത് ഇറാനും ആ രാജ്യത്തെ പിന്തുണയ്ക്കുന്ന ഗ്രൂപ്പുകളുമാണ്. ലോകത്തിന്റെ കണ്ണുകൾ മുഴുവൻ ഇറാൻ പ്രത്യാക്രമണങ്ങളിലേക്ക് നീങ്ങവേ ഗസയിൽ മനുഷ്യർ വാർത്തയിൽ നിന്ന് നിഷ്ക്രമിച്ചിരിക്കുകയാണ്. പേരിന് തുടങ്ങുന്ന വെടിനിർത്തലിനിടെയും പശ്ചിമേഷ്യയാകെ ആക്രമണ ഭീതിയിൽ നിൽക്കുമ്പോഴും ഗസയിലും വെസ്റ്റ് ബാങ്കിലും ക്രൂരമായ ആക്രമണവും മനുഷ്യത്വവിരുദ്ധമായ ഉപരോധവും തുടരുകയാണ് ഇസ്രായേൽ. ഈ മാസം 1-നാണ് ഇസ്രായേൽ ഗസയുടെ ഈജിപ്തുമായുള്ള റഫ ക്രോസിംഗ് അടച്ചത്. ഇറാനുമായുള്ള ഏറ്റുമുട്ടൽ കാരണം മേഖലയിൽ നടപ്പാക്കിയ അനിവാര്യമായ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമാണിതെന്നാണ് ഇസ്രായേൽ സേന അവകാശപ്പെടുന്നത്. മാനുഷിക സഹായം എത്തിക്കുന്നതിനും ഗസയിൽ നിന്ന് ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ ചികിത്സക്കായി പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനും റഫ ക്രോസിംഗ് നിർണായകമാണ്. സംഘർഷവും റഫ ക്രോസിംഗ് അടച്ചുപൂട്ടലും ഗസയിൽ വലിയ ഭക്ഷ്യക്ഷാമമാണ് സൃഷ്ടിച്ചത്. ദിനംപ്രതി ആക്രമണം തുടരുന്ന ഇടമാണ് ഇന്നും ഗസ. ശനിയാഴ്ച തെക്കൻ ഗസയിൽ ഖാൻ യൂനിസിൽ പിതാവും മകളും ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അതേ ദിവസം ഖാൻ യൂനിസിൽ തന്നെ നടന്ന മറ്റൊരു ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ഒരു പെൺകുട്ടിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പാചകവാതകത്തിലും ഇന്ധനത്തിലും ദീർഘകാലമായി നിലനിൽക്കുന്ന ക്ഷാമം ഗസയിൽ പുതിയ സാഹചര്യത്തിൽ രൂക്ഷമായിരിക്കുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം പോലും വരുന്ന വാതക വിതരണം ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങളെക്കാൾ വളരെ കുറവാണെന്ന് UN ഏജൻസി വ്യക്തമാക്കുന്നു. ജീവൻ രക്ഷാ മരുന്നുകൾക്കും ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള മരുന്നുകൾക്കും കടുത്ത ക്ഷാമമാണ് ഗസയിൽ അനുഭവപ്പെടുന്നതെന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ പുറത്തുവിട്ട റിപ്പോർട്ട്. ഗസയിൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ പാലിക്കപ്പെടുന്നുണ്ടോ? ട്രംപിന്റെ ഗസ പ്ലാനിന്റെ ഭാഗമായി വന്ന വെടിനിർത്തൽ നിർദ്ദേശത്തിലെ പുനർനിർമ്മാണമടക്കമുള്ളവ നടപ്പാക്കുന്നത് എന്ന് ആരംഭിക്കും? ഇറാൻ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം അവസാനിച്ചാൽ ഗസ പിടിച്ചടക്കാനാകുമോ ട്രംപ് വരിക? അധിനിവിഷ്ട കിഴക്കൻ ജെറുസലേമിലെ അൽ അഖ്സ പള്ളിയിൽ ചരിത്രത്തിലൊരിക്കലുമില്ലാത്ത നിയന്ത്രണങ്ങളാണ് ഈ റമദാനിൽ തുടരുന്നത്. വെള്ളിയാഴ്ച പ്രാർത്ഥനകൾ റദ്ദാക്കി. ഇറാൻ പ്രതികാര ആക്രമണം ആരംഭിച്ച സാഹചര്യത്തിലാണ് തീരുമാനമെന്നാണ് ഇസ്രായേൽ സിവിൽ അഡ്മിനിസ്ട്രേഷൻ അവകാശപ്പെടുന്നത്. വെസ്റ്റ് ബാങ്കിൽ അതിവേഗം ജൂത കയ്യേറ്റം നടക്കുകയാണ്. പ്രദേശത്തിന്റെ നല്ലൊരു ഭാഗം സ്റ്റേറ്റ് ലാൻഡായി പ്രഖ്യാപിക്കുന്ന ബില്ലിന് ഇസ്രായേൽ നെസറ്റ് അംഗീകാരം നൽകിയതിന് പിറകെയാണ് അധിനിവേശം ശക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം നബുലസിലെ അഷ്കർ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ക്രൂരമായ ആക്രമണം നടന്നു. ഗ്രാമങ്ങളിലേക്ക് സൈന്യത്തിന്റെ അകമ്പടിയോടെ ജൂത കയ്യേറ്റക്കാർ ഇരച്ചെത്തുകയും കുടിയൊഴിപ്പിക്കുകയുമാണ്. സഞ്ചാര നിയന്ത്രണം അടിച്ചേൽപ്പിക്കുന്നതും തുടരുന്നു. കഴിഞ്ഞ 10 ദിവസമായി വെസ്റ്റ് ബാങ്ക് ഗവർണറേറ്റുകൾക്കിടയിലുള്ള സഞ്ചാരം നിരോധിക്കുന്ന ഉത്തരവുകൾ അടങ്ങിയ ലഘുലേഖകൾ ഇസ്രായേൽ അധികൃതർ ഗ്രാമീണ സമൂഹങ്ങളിൽ വിതറുകയാണ്. വെസ്റ്റ് ബാങ്കിലും കൊലപാതകങ്ങൾ നിരന്തരം അരങ്ങേറുന്നു. ശനിയാഴ്ച ഹൈബ്രോണിന് തെക്കുള്ള മസാഫർ റിയാട്ടയിൽ നടന്ന ആക്രമണത്തിൽ ഫലസ്തീൻ യുവാവിനെ ജൂത തീവ്രവാദികൾ കൊലപ്പെടുത്തിയതായി ഫലസ്തീൻ വാർത്താ ഏജൻസിയായ വഫ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബാങ്കിലുടനീളം ഇസ്രായേൽ കയ്യേറ്റക്കാർ നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 3 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു.
ഫലസ്തീനിലും ലബനാനിലും സിറിയയിലുമെല്ലാം നടക്കുന്ന അക്രമങ്ങൾ വിശാല ഇസ്രായേൽ എന്ന അധിനിവേശ പദ്ധതിയുടെ ഭാഗമാണ്. ഇറാനെ ശിഥിലമാക്കുന്നതിൻ്റെ ലക്ഷ്യവും മറ്റൊന്നല്ല. പ്രത്യാക്രമണ ലക്ഷ്യവുമായി ഇറാൻ അറബ് രാജ്യങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ ഊറിച്ചിരിക്കുന്നത് ഇസ്രായേലാണ്. സംഘർഷഭരിതമായ പശ്ചിമേഷ്യയാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് ഫലസ്തീൻ അധിനിവേശത്തെയും മറ്റ് സയനിസ്റ്റ് പദ്ധതികളെയും വേർതിരിച്ച് കാണാനാകില്ല. ഇറാൻ ആക്രമണത്തിനിടയിലും ഫലസ്തീനിൽ കുരുതിയും പട്ടിണിക്കിടലും കുടിയിറക്കലും നിർത്താതെ ഇസ്രായേൽ അതിൻ്റെ ക്രൗര്യം തുടരുന്നത് ഇതിന് തെളിവാണ്.